ഏകീകൃത കുർബാന സംബന്ധിച്ച് പുറപ്പെടുവിച്ച അന്ത്യശാസനത്തിൽ ഇളവ് അനുവദിച്ച സീറോ മലബാർ സഭ. സിനഡ് നിർദ്ദേശിച്ച കുർബാന അർപ്പിച്ചില്ലെങ്കിൽ പുറത്താക്കുമെന്ന അന്ത്യശാസനത്തിന് ഇളവ് നൽകി ഇന്നലെ രാത്രി വൈകിയാണ് സീറോ മലബാർ സഭാ നേതൃത്വം പുതിയ സർക്കുലർ ഇറക്കിയത്. ഏകീകൃത കുർബാന സംബന്ധിച്ച് പുറപ്പെടുവിച്ച അന്ത്യശാസനത്തിൽ ഇളവ് അനുവദിച്ച് സിനഡ് അനന്തര അറിയിപ്പ് എന്ന പേരിലാണ് ഇന്നലെ രാത്രി വൈകി സീറോ മലബാർ സഭാ നേതൃത്വം പുതിയ സർക്കുലർ ഇറക്കിയത്. ജൂലൈ 3 മുതൽ ഞായറാഴ്ചകളിലും പ്രധാന ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും സിനഡ് നിർദ്ദേശിച്ച പ്രകാരം നടത്തണം. ഇതനുസരിക്കാത്ത വൈദികർക്കെതിരെ കർശന നടപടിയെന്നാണ് സർക്കുലറിൽ പറയുന്നത്. ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർക്കെതിരെ നടപടിയെടുക്കുമെന്നായിരുന്നു സീറോ മലബാർ സഭ നേതൃത്വം നേരത്തെ അറിയിച്ചിരുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരിലും സമർപ്പിതരിലും അൽമായരിലും ഉൾപ്പെട്ട ഒരാൾ പോലും കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് വേർപെട്ടു പോകരുതെന്ന തീരുമാനത്തിലാണ് ഈ വിഷയം ആവർത്തിച്ച് ചർച്ച ചെയ്യുന്നത് എന്ന വിശദീകരണമാണ് നടപടിയിൽ അയവ് വരുത്തിയതിൽ സഭാ നേതൃത്വം നൽകുന്നത്. സഭയുടെ കൂട്ടായ്മയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള പരസ്യ പ്രസ്താവനകളിൽ നിന്ന് എല്ലാ വൈദികരും സമർപ്പിതരും അൽമായരും വിട്ടുനിൽക്കേണ്ടതാണ് എന്നും സർക്കുലറിൽ പറയുന്നു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും സംയുക്തമായാണ് സർക്കുലർ ഇറക്കിയത്. റിപ്പോർട്ടർ, കൊച്ചി.